Good morning. In last class we നോക്കിയത് types of cost ആണ്. Cost means an amount of expenditure incurred or attributable to a thing. നമ്മൾ പറഞ്ഞ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിലോട്ട് നമ്മൾ ചാർജ് ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ് എന്ന് പറയുന്നത് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഇപ്പോൾ ടൈപ്സ് ഓഫ് കോസ്റ്റ് ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ മെയിനായിട്ട് നോക്കിയത്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ്? ഒന്ന് ഫിക്സഡ് കോസ്റ്റ്, അതുപോലെ വേരിയബിൾ കോസ്റ്റ്, അതുപോലെ സെമി വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. ഇത്രയും കോസ്റ്റുകളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞത്. ഇപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ദി കോസ്റ്റ് വിച്ച് ഈസ് അൺഅഫക്റ്റഡ് ബൈ ദി വോളിയം ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിലുണ്ടാകുന്ന വ്യത്യാസം എന്ത് ചെയ്യാറില്ല, നമ്മുടെ കോസ്റ്റിനെ, നമ്മുടെ ചിലവിനെ അഫക്റ്റ് ചെയ്യാറില്ല. കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ചിലവ് എന്നുള്ള മീനിങ്, അത് എക്സ്പെൻസ് എന്നുള്ള മീനിങ് ആണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥാപനത്തിനകത്ത് മെയിനായിട്ട് ഇത്രയും ടൈപ്സ് ഓഫ് കോസ്റ്റ് ആണ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്. ഒന്ന് ഫിക്സഡ് കോസ്റ്റ് ആണ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺഅഫക്റ്റഡ് ബൈ ദി വോളിയം ഓഫ് ഔട്ട്പുട്ട്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും നമുക്കാവുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കാം, സെയിം ആയിരിക്കാം. അത്തരത്തിലുള്ള കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുക. നമുക്ക് റെന്റ്, വാടക എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫിക്സഡ് കോസ്റ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഫാക്ടറി എന്ന് പറയുന്നത് നമ്മൾ വാടകയ്ക്ക് എടുത്താണ് നടത്തുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, വാടക കൊടുത്തിരിക്കണം. അപ്പോൾ അതാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുന്നതിന് ഫിക്സഡ് കോസ്റ്റ് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് വേരിയബിൾ കോസ്റ്റ് ആണ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കോസ്റ്റ് ഇറ്റ് മേ വേരി, ചേഞ്ച് ചെയ്യും. വോളിയം ഓഫ് ഔട്ട്പുട്ട് മാറുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ദി കോസ്റ്റ് മേ വേരി ഡ്യൂ ടു ദി വോളിയം ഓഫ് ഔട്ട്പുട്ട്. വോളിയം ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാകുന്ന വ്യത്യാസം എന്ത് ചെയ്യാറുണ്ട്, കോസ്റ്റിനെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ്. മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്കാവുന്ന മെറ്റീരിയലല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് നോക്കാം ലേബർ കോസ്റ്റ്. ലേബർ, ഇപ്പം നമ്മൾ കൂലി കൊടുക്കുന്ന അല്ലെങ്കിൽ വേജസ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വർക്കേഴ്സിന് ഏതിൻ്റെ ബേസ്ഡ് ഓൺ ഔട്ട്പുട്ട്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 10 രൂപ നമ്മൾ ഒരു വർക്കറിന് കൊടുക്കുകയാണെങ്കിൽ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കൊടുക്കേണ്ടി വരും, 1000 രൂപ എന്ത് ചെയ്യും, ആ എംപ്ലോയിക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ ഓരോ അഡീഷണൽ യൂണിറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും, ഇപ്പോൾ വോളിയം ഓഫ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കോസ്റ്റിനെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ സെമി വേരിയബിൾ കോസ്റ്റ്. സെമി, ആ വാക്ക് പറയുന്ന പോലെ തന്നെയാണ് സെമി വേരിയബിൾ ഓർ സെമി ഫിക്സഡ്. അപ് ടു എ സർട്ടൻ എക്സ്റ്റെന്റ് ഇറ്റ് മേ ബി ഫിക്സഡ് ഓർ വേരിയബിൾ എന്നാണ് പറയുന്നത്. ഒരു പരിധി വരെ എന്തായിരിക്കാം, ഫിക്സഡ് ആയിരിക്കാം, അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, വേരി ചെയ്തിരിക്കും. ഓക്കെ, ഇപ്പോൾ ടെലിഫോൺ ബില്ലിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്കുക. അവിടെ ഒരു പർട്ടിക്കുലർ കോള് ചെയ്യുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം, സ്വാഭാവികമായിട്ടും ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്. അവിടെ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ കോൾ ചെയ്യുന്നത് വരെ എന്തായിരിക്കാം, എമൗണ്ട് ഫിക്സഡ് ആയിരിക്കാം. അത് കഴിഞ്ഞ് അഡീഷണൽ ആയിട്ട് നമ്മൾ കോൾ ചെയ്യുമ്പോഴത്തേക്കും മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ വേരി ചെയ്യുന്നത്. അപ്പോൾ മിനിമം കോൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ അവർ പറയുന്ന ലിമിറ്റിനകത്ത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു ഫിക്സഡ് ആയിട്ട് ഉള്ള ഒരു ബില്ലായിരിക്കും നമ്മൾ എന്ത് ചെയ്യും നമുക്ക് വരുന്നത്. അതിന് അഡീഷണൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ കോസ്റ്റിൽ അല്ലെങ്കിൽ ആ ടെലിഫോൺ ബില്ലിന് എന്ത് ചെയ്യും, വ്യത്യാസം വന്നേക്കാം. അത്തരത്തിലുള്ള ഒരു കോസ്റ്റാണ് എന്ന് പറയുന്നത് സെമി വേരിയബിൾ കോസ്റ്റ്. അതും ഒരു സ്ഥാപനത്തിൽ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ റിപ്പയറിംഗ് എക്സാമ്പിൾ നോക്കാം. റിപ്പയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വർഷം റിപ്പയറിങ്ങിന് വേണ്ടി ഒരു കമ്പനി നിശ്ചിത എമൗണ്ട് എന്ത് ചെയ്യാറുണ്ട്, മാറ്റി വയ്ക്കാറുണ്ട്. അത് നോർമലി ഉണ്ടാവുന്ന കംപ്ലൈൻസിനൊക്കെ നമ്മൾ റിപ്പയറിങ്ങിന് വേണ്ടി മാറ്റി വയ്ക്കുന്ന എമൗണ്ടാണ് ഈ പറയുന്ന റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഈ എമൗണ്ട് എന്ത് ചെയ്യും, ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന മെഷീനിലുണ്ടാകുന്ന എന്തെങ്കിലും കംപ്ലൈൻറ്റ് എന്ത് ചെയ്യാം, സ്വാഭാവികമായിട്ടും ആ റിപ്പയറിംഗ് എമൗണ്ടിന് എന്ത് ചെയ്യാം, വ്യത്യാസം വരുത്താം. അപ്പോൾ അതും നമുക്ക് വേണം എന്ത് ചെയ്യാം, ഈ പറയുന്ന സെമി വേരിയബിൾ കോസ്റ്റിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്താണ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു സ്ഥാപനത്തിൽ മൊത്തത്തിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാകാനാവുന്ന ചിലവിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ചേർന്നതാണ് എന്ന് പറയുന്നത്
നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ മെയിൻലി പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് ആണ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് ശ്രദ്ധിക്കുക ആവറേജ് കോസ്റ്റ്. അപ്പോൾ ആവറേജ് കോസ്റ്റ് പറയുമ്പോഴത്തേക്ക് സിമ്പിളാണ്, ഈ ഒരു ഇക്വേഷൻ മാത്രം ഓർത്താൽ മതി. എന്തായിരിക്കാം? പെർ യൂണിറ്റ് കോസ്റ്റ് ആണ്. ഒരു യൂണിറ്റിന് നമുക്കാവുന്ന ചിലവാണ് എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ്. അതായത് ഒരു സ്ഥാപനത്തിനാവുന്ന ടോട്ടൽ കോസ്റ്റിനെ അല്ലെങ്കിൽ മൊത്ത ചിലവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ന് പറയുന്നത് നമ്മുടെ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് പറയുന്നത് മാർജിനൽ കോസ്റ്റ് ആണ്. മാർജിനൽ മീൻസ് അഡീഷണൽ. അതായത് ഒരു അഡീഷണൽ യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കാവുന്ന ചിലവിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ടോട്ടൽ കോസ്റ്റിൽ എത്രമാത്രം വ്യത്യാസം വരുന്നുണ്ടോ, അതുപോലെ എത്ര യൂണിറ്റാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തത്, ആ അഡീഷണൽ യൂണിറ്റും അതുപോലെ എത്രമാത്രം കോസ്റ്റാണ് വ്യത്യാസം വന്നത്, ആ കോസ്റ്റും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ്. അത് ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് എത്രമാത്രം വ്യത്യാസം വന്നു ആ എമൗണ്ടും അതുപോലെ ചേഞ്ച് ഇൻ യൂണിറ്റ്സ്, എത്ര അഡീഷണൽ യൂണിറ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് ആ അഡീഷണൽ യൂണിറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന ഫിഗറാണ് എന്ന് പറയുന്നത് നമ്മുടെ മാർജിനൽ കോസ്റ്റ്. ഓക്കെ, ഇത്രയുമാണ് ഇപ്പോൾ ടൈപ്സ് ഓഫ് കോസ്റ്റ്. അപ്പോൾ ഇത് നമുക്കിനി അടുത്ത പ്രോബ്ലം ആയിട്ട് പഠിക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന കോസ്റ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അറിഞ്ഞിരിക്കും. ഓക്കെ, നമുക്കിനി അടുത്ത് നോക്കുന്ന ടോപ്പിക്കാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. അപ്പോൾ ടോപ്പിക് ഇതാണ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്. എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഈവൻ അനാലിസിസ് പറയുന്ന മുന്നോടിയായിട്ട് നമുക്ക് നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. വാട്ട് യു മീൻ ബൈ ബ്രേക്ക് ഈവൻ പോയിന്റ്? ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് ദർ ഈസ് നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റ് ആണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ്. അതായത് ഒരു സ്ഥാപനത്തിൽ ലാഭവും നഷ്ടവും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ റവന്യൂ മീറ്റ് വിത്ത് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ റവന്യൂ ഈക്വൽസ് ടു ടോട്ടൽ കോസ്റ്റ്. കോസ്റ്റും റവന്യൂ ഈക്വൽ ആവുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് സ്റ്റഡി നടത്തുന്ന ഡീറ്റെയിൽഡ് അനാലിസിസിനെ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 5,000 കോസ്റ്റ് ആയെന്ന് വിചാരിക്കുക. 5,000 കോസ്റ്റ് ആയി, അതുപോലെ അതിൽ നിന്ന് കിട്ടിയ റവന്യൂ എന്ന് പറയുന്നത് 5,000 ആണെന്ന് വിചാരിക്കും. 5,000 നമുക്ക് ചിലവായി, 5,000 നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് റവന്യൂ നമുക്ക് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ടൈമിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ് എന്ന് പറയുന്നത് എക്സാമ്പിളാണ് 1000 യൂണിറ്റ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് 5,000 കോസ്റ്റ് ആയി, 5,000 അതിൽ നിന്ന് നമുക്ക് റവന്യൂ കിട്ടിയെങ്കിൽ ഈ 1000 യൂണിറ്റ് ആണ് ഇവിടുത്തെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. BEP ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് BEP എന്ന് വിളിക്കാം. ഇവിടുത്തെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് 1000 ആണ്. എന്തുകൊണ്ടാണ്? 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ 1000 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്ക് 5,000 കോസ്റ്റുമായി, അതുപോലെ നമുക്ക് അതിൽ നിന്ന് തിരിച്ചെന്ത് ചെയ്തു, റിട്ടേൺ ആയിട്ട് 5,000 കിട്ടിയെങ്കിൽ ഇവിടുത്തെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് 1000 യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് അനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റഡി നടത്തുന്ന ഒരു ഡീറ്റെയിൽഡ് അനാലിസിസിനെ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഈവൻ അനാലിസിസ് നമ്മൾ വേറൊരു പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്, അതായത് CVP, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസിലൂടെ എന്താണ് അറിയപ്പെടുന്നുണ്ട്. അതായത് ആ സ്ഥാപനത്തിൻ്റെ പ്രോഡക്റ്റിനായിട്ടുള്ള കോസ്റ്റ്, എത്ര വോളിയം എന്ന് പറയുന്നത് ഇവിടെ എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു, അതിൽ നിന്ന് എന്തുമാത്രം പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഏൺ ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ ഒരു സ്ഥാപനത്തിലെ കോസ്റ്റ്, അതുപോലെ വോളിയം ഓഫ് ഔട്ട്പുട്ട്, അതുപോലെ പ്രോഫിറ്റ്, ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, നമുക്ക് സ്റ്റഡി നടത്താൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഏതെന്ന് വിളിക്കുന്നത്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്നൂടെ വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമുക്ക് പ്രോബ്ലം പാർട്ട് നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷനാണ്. അതായത് നമ്മുടെ ബ്രേക്ക് ഈവൻ അനാലിസിസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയ ആണ് കോൺട്രിബ്യൂഷൻ. ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒന്നുകിൽ നമ്മൾ സെയിൽസിൽ നിന്ന് എന്ത് ചെയ്യുക, വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുക, ഡിഡക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫിക്സഡ് കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ആഡ് ചെയ്യുക.
ഇത് രണ്ടും ഏതിലോട്ട് എത്തുന്നുണ്ട്? കോൺട്രിബ്യൂഷനിലോട്ട് എത്തും. ഇപ്പോൾ ഇവിടെ കോൺട്രിബ്യൂഷനായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക. ഇക്വേഷൻസ് നമ്മൾ ബേസിക് ഇക്വേഷൻസ് ഇത് തന്നെയാണ്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഓർ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. പിന്നെ ആ ഇക്വേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച്, നമ്മളിപ്പോൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ചോദിക്കും, ഈ പറയുന്ന വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കും, ചിലപ്പോൾ സെയിൽസ് കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ ഈ രീതിക്ക് ഇക്വേഷൻസ് എന്ത് ചെയ്യാം, മാറ്റിയും മറിച്ചും നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന ഓരോ ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. ബേസിക്കലി ശ്രദ്ധിക്കുക, ഇവിടെ സെയിൽസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഏതൊക്കെയാണ്? ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് എന്ന് പറയുന്നത് സെയിൽസ് എന്ന് പറയുന്നത്. ആലോചിക്കുക, അത് സെയിൽസ് ഒരു സ്ഥാപനത്തിന്റെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് എത്രമാത്രം കോസ്റ്റാണോ അവർക്ക് ആവുന്നത്, ആ കോസ്റ്റും പ്രോഫിറ്റും കൂടെ ചേർന്നതായിരിക്കാം എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്. അതുപോലെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെ കോസ്റ്റാണ് നമ്മൾ പറഞ്ഞു? ഫിക്സഡ് കോസ്റ്റും അതുപോലെ വേരിയബിൾ കോസ്റ്റും. ഇനി അതുകൊണ്ട് നമുക്ക് പറയാം സെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊക്കെയാണ്? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആയിരിക്കും നമ്മൾ പറയുന്നത്. അത് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് വന്നേക്കുന്നതാണ്. ഓക്കെ, അത് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഇനി മെയിനായിട്ട് നോക്കേണ്ട ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇതാണ് നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സെയിൽസിൽ നിന്ന് എന്താണ് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. നമ്മൾ ആദ്യമേ ഇക്വേഷനിൽ പറഞ്ഞു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ പറയുന്നത്. അല്ലെങ്കിൽ എന്താ? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാവുന്നെങ്കിൽ അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് തിരിച്ചങ്ങോട്ട് നോക്കുക, പ്രോഫിറ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. അപ്പോൾ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുന്നു, അപ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ കോൺട്രിബ്യൂഷൻ, പിന്നെ വേറൊരു ഇക്വേഷൻ ഞാൻ പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നോക്കാം, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഏത് കുറച്ചാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും? കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടും. അല്ലെങ്കിൽ പ്രോഫിറ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? തിരിച്ച് ഫിക്സഡ് കോസ്റ്റ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. അത് ഇക്വേഷൻ ബേസിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഏത് പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതിന് ഇക്വേഷൻസ് ഉണ്ട്, ഒരു 2-3-4 ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കുക. ആ ഇക്വേഷൻസ് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? പ്രോബ്ലം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത് യൂണിറ്റിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അതുപോലെ സെയിൽസ് വാല്യൂവിൽ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ പറ്റും. ആ ഇക്വേഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് ആണ്. യൂണിറ്റ്സിൽ ഇക്വേഷൻ ശ്രദ്ധിക്കുക, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, അല്ലെങ്കിൽ ബ്രേക്ക് ഇവൻ സെയിൽസ് ഡിവൈഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് ആണ്, അതും ഏത് തമ്മിൽ ഡിവൈഡ് ചെയ്യുക? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കോൺട്രിബ്യൂഷൻ പറഞ്ഞായിരുന്നു, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിച്ച് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നതാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാക്കിക്കോളൂ. ഇപ്പോൾ ഇക്വേഷൻ പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഐഡിയ മാത്രമേ കിട്ടത്തുള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് മാത്രമേ നമ്മൾ കറക്റ്റ് എന്താണെന്നുള്ള കൺസെപ്റ്റ് പിടി കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്ത സെയിൽസ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഈ ഇക്വേഷൻ വെച്ച് മിക്കവാറും ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്താണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എഫ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ്, എസ് എന്ന് പറയുന്നത് സെയിൽസ് ആണ്, ഇപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് ആണ്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സെയിൽസ് വാല്യൂ നമ്മൾ ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഇക്വേഷൻ മനസ്സിലാക്കുക, എഫ് ഇൻറ്റു എസ് ഡിവൈഡ് ബൈ എസ് മൈനസ് വി, അല്ലെങ്കിൽ എഫ് ഇൻറ്റു എസ് ഡിവൈഡ് ബൈ സി. ഇവിടെ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺട്രിബ്യൂഷൻ ആണ്. കോൺട്രിബ്യൂഷൻ എങ്ങനെ കിട്ടിയതാണ്? എസ് മൈനസ് വി. നമ്മൾ നേരത്തെ പറഞ്ഞു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇക്വേഷൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ എഴുതാം. എന്താണ്? എഫ് ഇൻറ്റു എസ് ഡിവൈഡ് ബൈ സി, അതായത് ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ. ഈ ഐറ്റംസ് എല്ലാം ക്വസ്റ്റനിൽ കാണും. ഈ ഇക്വേഷൻ മാത്രം എന്ത് ചെയ്യുക? അതിൽ നിന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്.
വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രേക്ക് ഇവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ട് നമ്മൾ ബ്രേക്ക് ഇവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ്. ഫസ്റ്റ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, അല്ലെങ്കിൽ ബ്രേക്ക് ഇവൻ സെയിൽസ് ഡിവൈഡ് ബൈ സെല്ലിംഗ് പ്രൈസ് യൂണിറ്റ് വെച്ചു. അതുപോലെ മെയിനായിട്ട് നമ്മൾ എപ്പോഴും മിക്കവാറും എക്സാമിന് ചോദിക്കുന്ന ഇക്വേഷൻസ് എന്ന് വെച്ചാൽ ഈ ബേസിലായിരിക്കാം എഫ് ഇൻറ്റു എസ് ബൈ സി, അത് ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ. ആ കോൺട്രിബ്യൂഷനെ നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതങ്ങ് പഠിച്ചാൽ മതി, എഫ് ഇൻറ്റു എസ് ബൈ സി പഠിച്ചാൽ മതിയാവും. ഇതാണ് മെയിനായിട്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ. ഓക്കെ, നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ. നമുക്ക് അല്ലെങ്കിൽ അതിനെ പി വി റേഷ്യോ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വിളിക്കാം പ്രോഫിറ്റ് വോളിയം റേഷ്യോ. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോൺട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ്. ഒരു സ്ഥാപനത്തിലെ സെയിൽസും കോൺട്രിബ്യൂഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അത് പെർസെൻറ്റേജിലാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പി വി റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ് എന്ന് പറയുന്നത് നമ്മുടെ പി വി റേഷ്യോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറൊരു ഇക്വേഷനുണ്ട്, ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100 ആണ് എന്ന് പറയുന്നത് പി വി റേഷ്യോ. വീണ്ടും ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. ഇത് ഈ 3 ഇക്വേഷനും അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പി വി റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റ് വോളിയം റേഷ്യോ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കും. ഓക്കെ, പി വി റേഷ്യോ കണ്ടുപിടിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പി വി റേഷ്യോയുടെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ ബ്രേക്ക് ഇവൻ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ ആണ് എന്ന് പറയുന്നത് ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കുക എന്താണ് പി വി റേഷ്യോ എന്നും അതിൻ്റെ ഇക്വേഷൻസ്. മെയിനായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഫോർമുല ഇതാണ്, കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ് എന്ന് പറയുന്നത് നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എപ്പോഴും മനസ്സിലാക്കേണ്ട ഇക്വേഷൻ ഇതാണ്, കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, നമുക്കിനി പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുള്ളതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ കോൺട്രിബ്യൂഷൻ്റെ നമ്മുടെ ഇക്വേഷൻ പറഞ്ഞ് 2 ഇക്വേഷൻസ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത്. ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ, ഇല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇത്തരത്തിൽ ഇവിടുത്തെ പ്രോബ്ലത്തിൽ എന്ന് പറയുന്നത് കണ്ടുപിടിക്കേണ്ടത് കോൺട്രിബ്യൂഷനല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ കോൺട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ ഇക്വേഷൻ എടുത്ത് എഴുതുക. കോൺട്രിബ്യൂഷൻ ഞാൻ സി എന്ന് എഴുതിയാണ്, ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അതായത് എസ് എന്ന് പറയുന്ന സെയിൽസ്, വി എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ നമുക്കുണ്ട്, എന്താണ്, കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. എഫ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റും പി എന്ന് പറയുന്നത് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ടത് കോൺട്രിബ്യൂഷൻ ഈ രീതിക്ക് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ എത്രയുണ്ട്, സെയിൽസ് എന്ന് പറയുന്നത് 10 lakhs മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാ, 5 lakhs ഈസ് ഈക്വൽ ടു എത്ര, 5 lakhs ആണ് എന്ന് പറയുന്നത് നമ്മുടെ ഏതാ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, പ്രോഫിറ്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അല്ലേ? പ്രോഫിറ്റ് ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻ പറഞ്ഞായിരുന്നു, ഒന്നുകിൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, പ്രോഫിറ്റ്. പി എന്ന് പറയുന്നത് എന്താ, പ്രോഫിറ്റ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, സി ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് പി, അതായത് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. പി ഈസ് ഈക്വൽ ടു എങ്ങനെയാവും, അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും, പി ഈസ് ഈക്വൽ ടു സി മൈനസ് എഫ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എഴുതിക്കൂടെ. പി ഈസ് ഈക്വൽ ടു സി മൈനസ് എഫ്, അതായത് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു എത്രയാ, ഇവിടെ കോൺട്രിബ്യൂഷൻ 5 lakhs കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്, ക്വസ്റ്റ്യനിലുണ്ട് 3 lakhs ഈസ് ഈക്വൽ ടു 2 lakhs ആണ് ഇവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പി ഈസ് ഈക്വൽ ടു എത്രയാ, 2 lakhs. ഇപ്പോൾ ഈസിയാണ്, ഈ രീതിക്ക്
പ്രോഫിറ്റ് കണ്ടുപിടിക്കാനോ വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കാനോ സെയിൽസ് കണ്ടുപിടിക്കാനോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ ചോദിക്കാം. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഏത് വേണോ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം കൂടെ നോക്കാം. അതായത് ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ സെയിൽസും നമ്മൾ കണ്ടുപിടിക്കണം, ഇൻ യൂണിറ്റ്സും കണ്ടുപിടിക്കാം. അപ്പോൾ രണ്ടും കൂടെ വരുന്ന ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്രേക്ക് ഇവൻ പോയിന്റ് റിലേറ്റ് വരുന്ന മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കുക ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സിൻ്റെ ഇക്വേഷൻ ആദ്യം എഴുതുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു എഴുതാണ് ബ്രേക്ക് ഇവൻ പോയിന്റിൻ്റെ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ബ്രേക്ക് ഇവൻ പോയിന്റ് പെർ യൂണിറ്റിൻ്റെ കേസിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും. കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇവിടെ പെർ യൂണിറ്റ് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ഇതാണ്. ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 15,000 യൂണിറ്റ് ഉണ്ട്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 30 രൂപയാണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 20 രൂപയാണ്. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 1,20,000 അപ്പോൾ ഇവിടെ ആലോചിച്ച് നോക്കുക, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് നമുക്ക് വേണം എന്ത് ചെയ്യാം, ഇവിടെ പെർ യൂണിറ്റ് കോസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്, വേരിയബിൾ കോസ്റ്റിൻ്റെയും സെയിൽസിൻ്റെയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ മനസ്സിലാക്കുക. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് ഇവിടെ ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആദ്യം നമുക്ക് എന്തുണ്ടോ കാൽക്കുലേറ്റ് ചെയ്യാം, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്? സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഉണ്ട്, അതുപോലെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്താൽ മതി. നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷൻ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്നുള്ള ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യുക. പെർ യൂണിറ്റ് എന്നുള്ള രീതിക്ക് മാറുന്നു. അതായത് 30 മൈനസ് 20 ഈസ് ഈക്വൽ ടു 10 ആണ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏതാ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞു. ഏത് നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ 1,20,000 ഡിവൈഡ് ബൈ 10 ബേസിക്കലി എത്രയാ, നമ്മളിവിടെ 12,000 ആണ് ഇവിടുത്തെ ഏതാ ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ സെയിൽസ് യൂണിറ്റ് എന്ന് പറയാം. 12,000 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു, ബ്രേക്ക് ഇവൻ പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി യൂണിറ്റ്സിൽ നമുക്ക് എന്താണ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ സെയിൽസ് നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. 12,000 യൂണിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ട ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ സെയിൽസ് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞു. F ഇൻറ്റു എസ് ഡിവൈഡ് ബൈ സി എന്നുള്ള ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ അപ്ലൈ ചെയ്യും. ബ്രേക്ക് ഇവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു F ഇൻറ്റു എസ് ബൈ സി. എഫ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് കോസ്റ്റ്, എസ് എന്ന് പറയുന്നത് സെയിൽസ്, സി എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നിലവിൽ പെർ യൂണിറ്റ് മാത്രമാണ്, അതായത് ഓരോ യൂണിറ്റിലെ നമുക്ക് തന്നിട്ടുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, സെയിൽസ് വാല്യൂലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ബ്രേക്ക് ഇവൻ പോയിന്റ് പഠിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു 2 രീതിക്കാണ് നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്. ഇനി യൂണിറ്റിലും അതുപോലെ സെയിൽസ് വാല്യൂവിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കണ്ടുപിടിക്കുന്നുണ്ട്. യൂണിറ്റിലാകുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത് എത്രയോ യൂണിറ്റ് ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിലാണെങ്കിൽ 12,000 യൂണിറ്റ് സെയിൽ നടന്നപ്പോഴത്തേക്ക് എന്താണ് ആ സ്ഥാപനത്തിൻ്റെ റവന്യൂവും കോസ്റ്റും ഈക്വലായി. അതായത് നോ പ്രോഫിറ്റ് നോ ലോസ് എന്നുള്ള പോയിന്റ് കിട്ടണമെങ്കിൽ 12,000 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ 12,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ കമ്പനിയുടെ കോസ്റ്റും അതുപോലെ ഈ പറയുന്ന റവന്യൂ എന്താണ് ഈക്വലായി, അല്ലെങ്കിൽ എക്സ്പെൻസും റവന്യൂ ഈക്വലായി. അതാണ് കൺസെപ്റ്റ്. എത്ര വോളിയം അല്ലെങ്കിൽ എത്ര രൂപയുടെ സെയിലാണ് നടന്നത്, എത്ര രൂപയുടെ സെയിൽ നടന്നപ്പോഴത്തേക്കാണ് നമുക്കിവിടെ എന്താണ് ഈ പറയുന്ന കമ്പനി ബ്രേക്ക് ഈവൻ ആയത് എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ഈ പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്. F ഇൻറ്റു എസ് ബൈ സി എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സെയിൽസ് പെർ യൂണിറ്റും കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റും മാത്രമാണ് നമുക്ക് ഇവിടെ നിലവിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഇവിടെ ബ്രേക്ക് ഇവൻ പോയിന്റിൻ സെയിൽസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ F ഇൻറ്റു എസ് ബൈ സി എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ മുമ്പായിട്ട് ടോട്ടൽ സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കണം, അതുപോലെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യണം.
ഇപ്പോൾ ടോട്ടൽ സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ടോട്ടൽ സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇവിടെ സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 30. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണ്? 30. അതുപോലെ എത്ര യൂണിറ്റ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്വസ്റ്റ്യനിലുണ്ട്? 15,000. അതായത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 30 രൂപ എന്നുള്ള മീനിങ് ആണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. 15,000 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും? ഇവിടെ 4,50,000 ആണ് എന്ന് പറയുന്നത് ഇവിടുത്തെ ടോട്ടൽ സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന കോൺട്രിബ്യൂഷൻ, ടോട്ടൽ കോൺട്രിബ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഇവിടെ നമുക്ക് കോൺട്രിബ്യൂഷൻ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. നമ്മൾ എത്രയാണ്? നമ്മൾ നേരത്തെ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ എത്രയാണ്? ഈ പറയുന്ന 30ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 20 കുറച്ച് നമുക്ക് എത്ര കിട്ടിക്കഴിഞ്ഞു? 10 എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു 10. 10 ഇൻറ്റു എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ക്വസ്റ്റ്യനിലുണ്ട് 15,000 ഈസിക്കൽ ടു എത്രയാണ്? 1,50,000. അതാണ് എന്ന് പറയുന്നത് ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ പറയുന്ന നമ്മൾ സെയിൽസ് വാല്യൂവിൽ കണ്ടുപിടിക്കുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. അവിടെ നമുക്ക് ടോട്ടൽ എന്താണ് ഈ പറയുന്ന കോൺട്രിബ്യൂഷനും വേണം, അതുപോലെ ടോട്ടൽ സെയിൽസും വേണം. നമ്മൾ ആദ്യം കണ്ടുപിടിച്ച പെർ യൂണിറ്റിൽ എന്താണ് ഈ പറയുന്ന യൂണിറ്റ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്തതെങ്കിൽ അവിടെ നമുക്ക് 12,000 നമുക്ക് ആൻസർ കിട്ടി. ഇവിടെ എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, സെയിൽസ് വോളിയമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക? ഈ പറയുന്ന പെർ യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ 15,000 ആണ് നമ്മൾ ഈ സ്ഥാപനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 30 രൂപ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? ഒരു പ്രോഡക്റ്റിന് ആവുന്നത് എങ്കിൽ 4,50,000 ആണ് എന്ന് പറയുന്നത് അവിടുത്തെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്. അതുപോലെ അവിടുത്തെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓൾറെഡി കിട്ടിയ കോൺട്രിബ്യൂഷന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ഈ പറയുന്ന എത്ര ഔട്ട്പുട്ടാണോ പ്രൊഡ്യൂസ് ചെയ്തത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 15,000 ഈസിക്കൽ ടു 1,50,000. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാമല്ലോ. എങ്ങനെയാണ്? F ഇൻറ്റു S ബൈ സി. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് എത്രയുണ്ട്? 1,20,000 ഇൻറ്റു എസ് എത്രയാണ്? സെയിൽസ് എന്ന് പറയുന്നത് 4,50,000 ഡിവൈഡ് ബൈ സി എത്ര കിട്ടി നമുക്ക്? 1,50,000. ഈ രീതിക്കാണ് ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 3,60,000 ആയിരിക്കും. നമ്മൾ ചെയ്ത് നോക്കുക, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 3,60,000 ആണ് ഇവിടെ കിട്ടുന്നത്, നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ ഈ കിട്ടിയെന്ന് പറയുന്നത് 3,60,000 എന്ന് പറയുന്ന ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ സെയിൽസ് വാല്യൂ ആണ്. ഓക്കെ, സെയിൽസ് വാല്യൂ. അപ്പോൾ യൂണിറ്റ്സിൽ കിട്ടിയത് നമുക്ക് എത്രയാണ്? യൂണിറ്റ്സിൽ നമുക്ക് 12,000 കിട്ടി. അതുപോലെ ബ്രേക്ക് ഇവൻ സെയിൽസിൽ നമ്മൾ കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് എത്രയാണ്? 3,60,000. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്ത പ്രോബ്ലം കറക്റ്റാണ് ഇല്ലെന്നുള്ളത് അറിയാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ സെയിൽസ് കിട്ടിയ എത്രയാണ്? 3,60,000. അതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് എന്ന് പറയുന്നത് 12,000 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഇവിടെ 12,000 യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ 12,000 യൂണിറ്റ്സിന് നമുക്കിവിടെ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രൈസ് ക്വസ്റ്റനിൽ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? ഇതാണ് ക്വസ്റ്റൻ എന്ന് പറയുന്നത്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണ്? 30. അപ്പോൾ 12,000 ഇൻറ്റു 30 ഈസ് ഈക്വൽ ടു 3,60,000. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയത്. ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കിട്ടിയത് നമുക്കറിയാം 3,60,000 ആണ്. നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സാമിന് നിങ്ങൾ ഈ ഇക്വേഷൻ അപ്ലൈ തന്നെ ചെയ്യുക. ഡയറക്റ്റ് നമുക്ക് അതെന്ത് ചെയ്യാം? ഈ സെല്ലിംഗ് പ്രൈസിൽ നമ്മുടെ എത്ര യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത് അത് അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ സെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതായത് 12,000-നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 30 യൂണിറ്റാണ്, 30 രൂപയാണ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്കാവുന്നത്. 12,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 12,000 ഇൻറ്റു 30 ഈസ് ഈക്വൽ ടു 3,60,000. ഓക്കെ, അത് തന്നെയാണ് നമ്മളിവിടെ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് എത്ര കിട്ടിയത്? 3,60,000 കിട്ടിയത്. അപ്പോൾ ബ്രേക്ക് ഇവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ മാക്സിമം 3 ഒരു ലെവലിലെ ക്വസ്റ്റൻ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അതായത് യൂണിറ്റിലും കണ്ടുപിടിക്കാൻ ചോദിക്കും, അതുപോലെ സെയിൽസ് വാല്യൂവിൽ നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ രണ്ടും കൂടെ വരുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നിലവിൽ ചെയ്തത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാം. നിങ്ങൾ
ചെയ്ത് നോക്കുക. ഇപ്പോൾ ഡൗട്ട്സ് ഉള്ളത് നിങ്ങൾ ചോദിക്കുക. അപ്പോൾ അടുത്തായിട്ട് പി വി റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്ത് നിർത്താം. പ്രോഫിറ്റ് വോളിയം റേഷ്യോ. നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് വോളിയം റേഷ്യോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. കോൺട്രിബ്യൂഷൻ 80,000 ഉണ്ട്, അതുപോലെ സെയിൽസ് 2 lakhs ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ എമൗണ്ട്സ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇക്വേഷൻ ഡയറക്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് അപ്ലൈ ചെയ്യാം. എത്രയാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 80,000, അതുപോലെ സെയിൽസ് എന്ന് പറയുന്നത് 2 lakhs ഇൻറ്റു 100. അപ്പോൾ ഇവിടെ എമൗണ്ട് 40 ആണ്, 40% ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന പി വി റേഷ്യോ എന്ന് പറയുന്നത് 40% ആണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടില്ലെങ്കിൽ, കോൺട്രിബ്യൂഷൻ ഡയറക്റ്റ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. പി വി റേഷ്യോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഈ പെർസെൻറ്റേജ് ഇടാൻ മറന്നു വരുത്. അപ്പോൾ ബ്രേക്ക് ഇവൻ പോയിന്റും അതുപോലെ ഈ പറയുന്ന പി വി റേഷ്യോയും പിന്നെ ബാക്കി വരുന്ന കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്നതും എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻസ് ഞാൻ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട്സ് ഉള്ളത് എന്ത് ചെയ്യുക, ചോദിക്കുക. ഓക്കെ, താങ്ക് യു.